ഹായ് വെൽക്കം ബാക്ക് ടു സി പ്രോഗ്രാമിംഗ് കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സിയിലെ ലൂപ്സിനെ പറ്റിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലൂപ്സ്, നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ ലൂപ്സ് അലോ യു ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ്. നമുക്ക് ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവയാണ് ലൂപ്സ് എന്ന് പറയുന്നത്. സിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലൂപ്സുകളാണ് ഫോർ, വൈല്, ഡു വൈല് തുടങ്ങിയവ. അപ്പോൾ എന്താണ് ഫോർ ലൂപ്പ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ആപ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്യണം ഒരു 2 ടൈംസ്. നമ്മൾ ബേസിക്കലി എന്തായിരിക്കും ചെയ്യുക, പ്രിൻ്റ് എന്തായിരിക്കും ചെയ്യുക, വളരെ സിമ്പിളാണ്. ആപ്പിൾ, ദെൻ നമ്പർ ഓഫ് ആപ്പിളിന് ഞാനിവിടെ സെറ്റ് ചെയ്യാണ് 1 ആപ്പിൾ, ദെൻ /n പ്രിൻറ്റ് ചെയ്യുന്നു. 2 ടൈംസ് ആണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഞാനിത് സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ് ചെയ്യാം, ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, ഇവിടെ 2 ടൈംസ് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. 2 തവണ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഒരു പക്ഷേ നിങ്ങളോട് 10 ടൈംസ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഈസിയാണ്. 10 ടൈംസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ 100 ടൈംസ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്സ് യൂസ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിത് റിമൂവ് ചെയ്യുന്നു. ദെൻ നമുക്കിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. എങ്ങനെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 ടൈംസ് എനിക്ക് ആപ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് പോസിബിൾ. 4 എന്ന് നൽകുന്നു. ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഞാൻ ആ ലൂപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ നൽകും. അതായത് ഫോർ ലൂപ്പ് എപ്പോഴായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? ദ ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ഈസ് നോൺ. അതായത് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് നോൺ, അറിയാതിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇറ്ററേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം എന്താണ്, ഈ ഫോർ ലൂപ്പിലേക്ക് വരുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ നൽകേണ്ടത് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇൻറ്റ് ഐ ഈക്വൽസ് 0 നൽകുന്നു. ഓക്കെ, ദെൻ ഐ ലെസ് ദാൻ 5. ഇതെന്താണ്? ഇത് കണ്ടീഷനാണ്. ഫൈനലി മൂന്നാമതായിട്ട് നൽകേണ്ട അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ നൽകുകയാണ് i++. ഇതിലേക്ക് ഞാൻ വരുന്നു. ദെൻ ഇവിടെ ഞാൻ പ്രിൻറ്റ് ചെയ്യണം, പ്രിൻറ്റ് എഫ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് നൽകുന്നു, ആപ്പിൾ എന്ന് നൽകുന്നു. ആപ്പിൾ, ദെൻ സെമിക്കോളൻ, ഒരു /n നൽകാം, സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ്, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും 1 2 3 4 5 ടൈംസ് എന്ത് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആപ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 0 to 5, അതായത് 0യിൽ നിന്ന് 0 തൊട്ട് കൗണ്ട് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഞാനിവിടെ 1 ആണ് നൽകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? ആപ്പിൾ എന്നുള്ളത് 4 ടൈംസേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ 1 സെറ്റ് ചെയ്യുന്നു, ദെൻ സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ്, ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 1 2 3 4. ആപ്പിൾ എന്നുള്ളത് 4 ടൈംസ് മാത്രമായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം മാത്രമാണ് ചെയ്തത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സിനെ പറ്റി യാതൊരു ഐഡിയയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയ ലഭിച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൂപ്പുകൾ വരുന്ന പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് ലൂപ്പ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഫസ്റ്റിലെ നമുക്ക് കാണാൻ സാധിക്കും ഇൻറ്റ് i = 1. ഓക്കെ, ഐയുടെ വാല്യൂ എന്താണ്, 1 ആക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുക. ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഇനീഷ്യലൈസേഷൻ ചെയ്തു. ഇത് ഒരു തവണയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അറ്റ് ദ ബിഗിനിങ്. തുടക്കത്തിൽ ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐക്ക് ഒരു വാല്യൂ ലഭിച്ചു, അതാണ് 1 എന്ന് പറയുന്നത്. ദിസ് റൺസ് വൺസ് അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കും i<5 എന്ന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതെപ്പോഴായിരിക്കും ചെക്ക് ചെയ്യാം? അതായത് ഇത് ചെക്ക് ചെയ്യുന്നത് ഓരോ ഇറ്ററേഷന് മുൻപും, അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇറ്ററേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഓരോ ഇറ്ററേഷന് മുൻപും എന്തായിരിക്കും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, i<5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ട്രൂ ആണെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും.
ഓക്കെ, നമ്മുടെ ബ്ലോക്കിൽ നൽകിയിരിക്കുന്ന ഈ കേളി ബ്രേസസിനുള്ളിൽ നൽകിയിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, ട്രൂ ആണെങ്കിൽ മാത്രം. ഇത് എപ്പോഴായിരിക്കും ഫോൾസ് ആകുക? അതായത് ഇതിനൊരു അപ്ഡേഷൻ ലഭിക്കണം, അല്ലേ? ഐക്ക് ഒരു അപ്ഡേഷൻ ലഭിച്ചാൽ മാത്രമേ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഫോൾസ് ആകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് മൂന്നാമത് അല്ലെങ്കിൽ അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നമ്മളിവിടെ പെർഫോം ചെയ്തിരിക്കുന്നത് i++. ഓക്കെ, ഇതെപ്പോഴായിരിക്കും റൺ ചെയ്യുന്നത്? അതായത് ഓരോ ഇറ്ററേഷനും ശേഷമായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ഈ i++ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നമ്മൾ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അതായത് i++ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. i ഈക്വൽസ് i+1. അതായത് ഐയുടെ കൂടെ 1 ആഡ് ചെയ്ത് ഐയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതിനെയാണ് i++ എന്ന് പറയുന്നത്. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിക്കുമ്പോഴേക്കും അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഇറ്ററേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഫസ്റ്റ് ഇറ്ററേഷനിൽ ഇത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇറ്ററേഷൻ എന്നുള്ളതിന് എഫ് ഐ എന്ന് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ഇറ്ററേഷനാണ്. ഓക്കെ, ഫസ്റ്റ് ഇറ്ററേഷനിൽ എന്തായിരിക്കും ഇത് ചെയ്യുക? അതായത് നമുക്ക് അറിയാൻ സാധിക്കും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. i<5 ആണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് ഇറ്ററേഷനിൽ ഇതെന്തായി മാറുന്നു? ഓക്കെ, ഐക്ക് 1 ഉണ്ട്, 1<5. ഇതെന്താണ്? ട്രൂ ഓർ ഫോൾസ്? അതായത് 5-നേക്കാളും ചെറുതാണ് 1, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ട്രൂ. ട്രൂവിന് ഞാൻ ടി എന്ന് നൽകി. ഓക്കെ, ട്രൂ ആണ്, പ്രശ്നമൊന്നുമില്ല. ദെൻ അപ്പോൾ ഈ ഒരു എക്സിക്യൂഷന് ശേഷം ഐ എന്തായി മാറി? ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്ത ശേഷം എന്തായിരിക്കും അവിടെ സംഭവിക്കാം? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയി മാറി. അതായത് ഫസ്റ്റ് ഇറ്ററേഷനിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് ഇറ്ററേഷനിൽ വരുന്നു SI. ഓക്കെ, സെക്കൻഡ് ഇറ്ററേഷൻ, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? സെക്കൻഡ് ഇറ്ററേഷനിലേക്ക് വരുമ്പോഴേക്കും i<5 കാണാൻ സാധിക്കും. ഇതെങ്ങനെയായി മാറും? ഇതെന്തായി മാറും? അതായത് ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്തായിരുന്നു, അല്ലേ? അപ്പോൾ 2 ആയി i<5. ഇതെന്തായ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അല്ലേ? സെക്കൻഡ് ഇറ്ററേഷനിലാണ്, അപ്പോഴേക്കും 2<5 വിച്ച് ഈസ് ട്രൂ, അല്ലേ? ദെൻ ടി വന്നു. ദെൻ തേർഡ് ഇറ്ററേഷൻ. അപ്പോൾ ഈ സെക്കൻഡ് ഇറ്ററേഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ട്. എന്താണ്? i becomes 3, അല്ലേ? ഈ സെക്കൻഡ് ഇറ്ററേഷനിൽ ഐ എന്തായി മാറി? 3 ആയി മാറി. ഓക്കെ, ഇനി തേർഡ് ഇറ്ററേഷനാണ്. അതിൽ എന്തായിരിക്കും സംഭവിക്കാം? i<5. ദെൻ ഐയുടെ വാല്യൂ എത്രയാണ്? 3<5. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ, വിച്ച് ഈസ് ട്രൂ, ടി. ഓക്കെ, ദെൻ ഐയുടെ വാല്യൂ എന്തായി മാറി? ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് 4ലേക്ക് വന്നിരിക്കുകയാണ്. 4th FF എന്ന് നൽകുകയാണ്. i<5, that becomes 4<5, which is also true. 4th ഇറ്ററേഷനിലും ഇത് ട്രൂ ആണ്. ദെൻ ഇനി 5th ഇറ്ററേഷനിലേക്ക് വരാം. 5th ഇറ്ററേഷൻ സൂചിപ്പിക്കാനായിട്ട് ഞാൻ 3F ആണ് നൽകുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ചെക്ക് ചെയ്യുന്നു. i<5. ദെൻ ഇവിടെ ഓൾറെഡി ഐയുടെ വാല്യൂ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു, 5 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, 5th ഇറ്ററേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? 5th ഇറ്ററേഷനിൽ 5<5 എന്ന് നോക്കുന്നു. ദെൻ ഇവിടെ എന്താണ് സംഭവിക്കുക? ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി, അത് F എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് ഫോൾസ് ആയ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് എവിടെയോട്ട് വരുന്നു. ദെൻ നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് വെളിയിൽ വരുന്നു. ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എപ്പോൾ ഫോൾസ് ആവുന്നോ അതോടുകൂടി എക്സിക്യൂഷൻ നിർത്തുന്നു. അപ്പോൾ നമുക്കിവിടെ എത്ര തവണ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ? 1, 2, 3, 4
ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നിടം വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് എപ്പോൾ ഫോൾസ് ആകുന്നു അപ്പോഴേക്കും ഇത് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഒരിക്കലും ഈ ഇൻസൈഡ് ദ ബ്ലോക്ക് ഈ ബ്ലോക്കിലേക്ക് പോകില്ല, കൺട്രോൾ നേരെ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് നമ്പർ ഓഫ് ആപ്പിൾസ് തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഐയും നമുക്ക് ഈ കൂടെ തന്നെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഐ പ്രിൻറ്റ് ചെയ്യാം. %d ഐ. ഓക്കെ, ഞാനത് സേവ് ചെയ്യുന്നു. ദെൻ ബിൽഡ്, എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 1 ആപ്പിൾ, 2 ആപ്പിൾ, 3 ആപ്പിൾ, 4 ആപ്പിൾ. ഇനി ഒരു 50 തവണ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ 50 നൽകുന്നു. 50 കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ഈക്വൽ സൈനും കൂടെ നൽകുന്നു. 15 കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ഞാനിത് സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ 1 ആപ്പിൾ തുടങ്ങി 50 വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈൽ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.